ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് അശ്വിൻ ചായ കുടിച്ചിട്ട് പറയുന്നുണ്ട്, നോക്ക്, ഞാൻ നിനക്ക് ഈ ദിവസം മാത്രമേ സമയം തരുന്നുള്ളൂ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നീ വീട്ടിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ചേച്ചിയും ഇവിടെ വന്ന് നിൽക്കും, കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അതെ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. എൻ്റെ ചേച്ചിനെ ഒരിക്കലും ആകാശ് സർ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ ചേച്ചിയെടുത്ത് എന്ന് പറയാണ്. ഓ, നിനക്ക് അത്ര വിശ്വാസമാണോ? പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അനിയൻ അനുസരിക്കും. അതുകൊണ്ട് നീ പുതിയ വെല്ലുവിളി നടത്തുമൊന്നും വേണ്ട. ഞാൻ എന്താണെന്നും അശ്വിൻ സാരം ആരാണെന്നും ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ഞാൻ എത്ര മുമ്പ് നീ വീട്ടിലേക്ക് എത്താൻ നോക്ക്, അല്ലെങ്കിൽ മറക്കണ്ട, നിന്റെ ചേച്ചിയും നീയും പഴയ പോലെ ഇവിടെ നിൽക്കാം, രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ശ്രുതി ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലി അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്യാം വരുന്നുണ്ട്. ആ, ശ്യാമേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? ശ്രുതിനെ കൊണ്ട് ആക്കിയായിരുന്നോ? ആ, ആക്കിയായിരുന്നു. വീട് വരെ കൊണ്ട് എത്തിച്ചോ? ആ, എത്തിച്ചല്ലോ. എന്താ രാജകുമാരി? ഒന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. അവൾ പോണ വഴിക്ക് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിന്റെ അനിയനും അവളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താ ശ്യാമേട്ടൻ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ശ്രുതി സംസാരിച്ചോ? എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയാണ്. എന്താണ് നിന്റെ അനിയൻ എടുത്തത്? വളരെ എടുത്തു ചാടിയ ഒരു തീരുമാനമാണ്. ഇതിൽ അയാൾക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല ശ്യാമേട്ട, എന്തൊക്കെ പറഞ്ഞാലും അശ്വിനെ പറ്റിയ പെൺകുട്ടി തന്നെയാണ് ശ്രുതി. അത് എനിക്കും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് പ്രശ്നം തോന്നിയതുമാണ്. അവളെ തന്നെ അശ്വിൻ കല്യാണം കഴിക്കണമെന്ന് ഞാനും മുത്തശ്ശിയൊക്കെ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അതിങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിച്ചില്ലായിരുന്നു. ശ്യാമേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞൻ ഒരിക്കലും വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു നടന്ന ഒരാളാണ്. ശ്രുതിനെയാണെങ്കിൽ കുഞ്ഞിനെ കണ്ടെടുത്താലും കണ്ടുകൂടായിരുന്നു. എന്നിട്ട് അവസാനം അവർ തമ്മിൽ പ്രണയത്തിൽ ആയി. അതിനുശേഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇതൊക്കെ ദൈവനിയോഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്തായാലും ദൈവം നല്ല വഴിക്ക് തന്നെ നടത്തുമെന്ന് എനിക്ക് വിശ്വാസമാണ്. പിന്നെ ശ്യാമേട്ടനും കൂടി എൻ്റെ കൂടെ നിൽക്കണം. അവരെ എന്തെങ്കിലും അവർക്ക് തെറ്റിദ്ധാരണയോ എന്തെങ്കിലും പരിഭവമോ അതുപോലെ തന്നെ എന്തെങ്കിലും പിണക്കോ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്. അതെന്ത് പറച്ചില്ല രാജകുമാരി, ഞാൻ രാജകുമാരിയുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ശ്യാം പറയാണ്. അത് മതി ശ്യാമേട്ട എന്ന് പറയട്ടെ ശ്യാമിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകണം അഞ്ജലി. അതിനുശേഷം കാണിക്കുന്നത് മനോരമയാണ്. മനോരമ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹനൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ, മോഹനേട്ടാ, ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി? നീ എന്ത് പറഞ്ഞു എന്നാ പറയണത്? അല്ല, ഇവിടെ കയറി വന്ന ഡ്യൂപ്ലിക്കേറ്റ് മരുമകളുണ്ടല്ലോ, അവളിവിടെ നിന്ന് പോയി അവളുടെ വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇത് രണ്ടുപേരും തമ്മിലുള്ള നാടകമാണ്. ഞാൻ പറഞ്ഞില്ലേ, അശ്വിനും ശ്രുതി തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നേ. അവർ ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മായിട്ട് അഭിനയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞോന്നോ പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. ഏ മനോരമേ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അവരായി അവരുടെ ജീവിതമായി നീ അതിൽ കയറി തലയിടാനൊന്നും വേണ്ട. നിന്റെ മോൻ്റെ മരുമോളുടെ ജീവിതത്തിൽ അവർ തലയിടാൻ പറ്റുന്നില്ലല്ലോ. അവരുടെ ജീവിതം കുടുംബ ജീവിതത്തെ ബാധിക്കൂല ഈ കാര്യം. അതുകൊണ്ട് അശ്വിൻ്റെയും ശ്രുതിയുടെ കാര്യത്തിൽ നീ തലയിടണ്ട. എൻ്റെ മോഹനേട്ടാ, ഇത് പ്രീതിയും ശ്രുതിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. ഇതൊക്കെ മോഹനേട്ടൻ എന്താ മനസ്സിലാവുന്നത്? എൻ്റെ മനോരമേ, നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. അവരുടെ കാര്യം നോക്കാനേ അവർക്കറിയാം എന്ന് പറയാണ്. നോക്ക് മോഹനേട്ടാ, ഇങ്ങനെ ഇതിലെന്തെങ്കിലും കള്ളക്കളിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് ഞാൻ പ്രീതിനെ ഡൈവാഷ് ചെയ്യിപ്പിക്കും. ഓ, എന്തിങ്ങനെയൊക്കെ ചെയ്യ് നീ എന്ന് പറഞ്ഞിട്ട് മോഹനൻ അവിടെ നിന്ന് പോവുകയാണ്. മനോരമ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും ഇതിലെന്തോ ഒരു കളിയുണ്ട്, അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് മനോരമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതിയാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് നമ്മുടെ അമ്മയും അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേ രാധേ, അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്, അവൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നത്, ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ, ആ, അത് എഴുതി പറഞ്ഞത് ശരിയാണ്, എന്തൊക്കെയോ ഒരു കാര്യമുണ്ട് എന്നിങ്ങനെ പറയണം. വാ, നമുക്ക് ചോദിക്കാം എന്ന് പറയണ്ട്. നീ ആരെ വിളിക്കുക? നിന്റെ ഭർത്താവ് വന്നിട്ട് ഇവിടെ എന്തൊക്കെയോ സംസാരിക്കുമെന്നോ ഞങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്തായി? അമ്മായി നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ആരെയും വിളിച്ചുകൊണ്ടിരിക്കണത്? ഓ, ഒന്നും മിണ്ടാതിരിക്കുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. ഓ, എടുക്കണില്ലല്ലോ, ഞാൻ ഇപ്പോൾ വരാവേ, നിനക്ക് വന്ന പോലെ തോന്നിയ സമയത്ത് വരാ, തിരിച്ചു പോവാ, ഇതൊക്കെ എന്തൊക്കെയാണ് ശ്രുതി നടക്കണത് എന്ന് പറയാണ്. ഞാൻ വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയാം. അമ്മ ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവിടെ എന്ത് ഭാവിച്ച രാധ ഇത് എന്ന് അമ്മ പറയുമ്പോൾ, അതാ എനിക്കറിയാൻ പാടില്ലാത്തത് എടുത്തി എന്ന് പറയാണ്. എന്തായാലും അശ്വിൻ്റെ കുടുംബക്കാർക്ക് ഇപ്പോൾ വെള്ള സ്വഭാവം ഏകദേശം അറിയാലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മ പറയാണ്. എന്നാലും എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവൾ ഇത്രയും വെപ്രാളവും പരവേശം ഒന്നും കാണിക്കില്ല എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ അമ്മായി പറയണ്ടേ, എന്തായാലും എടുത്ത് വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ അവൾ അബദ്ധത്തിൽ പോയി ചാടൊന്നുമില്ല, അങ്ങനെ ചാടിയാലും അവൾക്ക് അത് ഊരിപ്പോരാ നന്നായിട്ട് അറിയാം. ശ്രുതി അങ്ങനെ പൊട്ടിയും മണ്ടിയൊന്നുമല്ലെന്ന് എടുത്തേക്ക് അറിയാലോ, നമ്മുടെ ശ്രുതി മോളല്ലേ എന്തെങ്കിലും പറയാം കേട്ടോ. പിന്നീട് ശ്രുതി നേരെ പോണത് നമ്മുടെ അശ്വിൻ്റെ കമ്പനിയിലേക്കാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ ശ്രുതിനെ നോക്കിയിട്ട് ഫോണിലേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്താ ഫോണിലേക്ക് നോക്കണത്? എനിക്ക് അകത്ത് കയറണം എന്ന് പറയുമ്പോൾ, സോറി മാഡം, അകത്ത് കയറ്റാൻ പറ്റില്ല. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ അശ്വിൻ നമ്മുടെ സെക്യൂരിറ്റിക്ക് അയച്ചു കൊടുത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ
ഇങ്ങനത്തെ ഒരു പെണ്ണ് വരുവാണെങ്കിൽ അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സെക്യൂരിറ്റി പറയേണ്ട മേഡം വന്നാൽ കയറ്റി വിടണ്ടെന്ന് അശ്വിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടോ ഞാൻ ആരാണെന്ന് തനിക്കറിയാവോ? ഞാൻ ശ്രുതി അശ്വിനാണ്, അശ്വിൻ്റെ ഭാര്യയാണ് ഞാൻ. എൻ്റെ മര്യാദയ്ക്ക് കയറ്റി വിടാൻ നോക്ക്. സോറി മേഡം, അകത്തൊരു മീറ്റിംഗ് നടക്കുവാണ്, ഇപ്പം കയറാൻ പറ്റില്ല എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ബഹള എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ആകാശ് സാറിനൊന്ന് കാണണം. ആകാശ് സാറേ, അകത്തൊരു മീറ്റിംഗ് ആണ്, നിനക്ക് ഇപ്പം കാണാൻ പറ്റില്ല, പോന്ന് പറയാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞതിനൊക്കെ ഓർമ്മയൊന്നും ഇല്ലേ? അതെ, ഞാൻ എത്ര മതി വീട്ടിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് നടക്കുമെന്ന് നിനക്കറിയാലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് അവിടേക്ക് പോവാട്ടോ. അവിടെ ഒരു ബക്കറ്റിൽ വെള്ളവും മഗ്ഗൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ബക്കറ്റിൽ നിന്ന് ഒരു മഗ്ഗിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് വരുവാണ്. അശ്വിൻ തിരിയുമ്പോൾ തന്നെ അശ്വിൻ്റെ മുഖത്തേക്ക് ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നീ എന്താ ഈ കാണിച്ചത് എന്ന് പറയുമ്പോഴേക്കും കണ്ടില്ലേ നിങ്ങളുടെ ദേഷ്യമോ അതിന് തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ദുശീലം ഒക്കെ ഒലിച്ചങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അങ്ങോട്ട് ഒഴിക്കുന്നത്. ശേഷം അശ്വിൻ ആ ബക്കറ്റിലെ വെള്ളം ഫുള്ളും എടുത്തിട്ട് ശ്രുതിയുടെ തല വഴി അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് ക്ലയൻറ്റ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിൻ്റെ PA പറയുന്നുണ്ട്, സർ ഇതാണ് ഇദ്ദേഹമാണ് അശ്വിൻ സാറാം, നമസ്കാരം സർ എന്ന് അശ്വിൻ പറയാണ്. പിന്നെ ഇത് അശ്വിൻ്റെ വൈഫാണ്, അതെ ശ്രുതി കുമാരി ലക്ഷ്മി എന്ന് ശ്രുതി പറയാണ്. ഓക്കെ, അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ കാര്യമൊക്കെ അത് ഞാൻ വന്നിട്ട് സൈൻ ചെയ്യാം എന്ന് അശ്വിൻ പറയണം. നിങ്ങൾ നടന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ക്ലയൻറ്റ്സ് പോയി കഴിയുമ്പോഴേക്കും ആകാശ് ചോദിക്കേണ്ടത് എന്താ ചേട്ടാ ഇത് ചോദിക്കുമ്പോഴേക്കും ആകാശ് സാർ, എനിക്ക് ആകാശ് സാറോട് സംസാരിക്കണം എന്ന് ശ്രുതി പറയണം. അതിനെന്താ, സംസാരിക്കാലോ. അതെ ആകാശ് സാർ, എൻ്റെ ചേച്ചീനെ കൈവിടോ? എൻ്റെ ചേച്ചിയുടെ കൂടെ എന്നും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഒന്നുമില്ല. അതെ അശ്വിൻ പറയണ്ട. അതെ ആകാശേ, മീറ്റിംഗ് തുടങ്ങാൻ സമയം, നീ അകത്തേക്ക് പോകും, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ്. അങ്ങനെ ആകാശ് അകത്തേക്ക് പോകുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അവനങ്ങനെ പലതും പറയും, പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെ അവസാനം നടക്കുള്ളൂ. നിൻ്റെ ചേച്ചീനെ അവൻ ഉപേക്ഷിക്കും, നിൻ്റെ ചേച്ചി നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ പഴയ പോലെ വിഷമിക്കേണ്ടി വരും. ശ്രുതി മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം ആകാശിനോട് പറയേണ്ട, ആകാശെ ഒരു മീറ്റിംഗ് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാനുണ്ട്, ഒരു അർജൻറ്റ് കാര്യമാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്, അതിനെന്താ ചേട്ടാ ഞാൻ സൈൻ ഇടാലോ എന്ന് ആകാശ് പറയാണ്. എവിടെയാണ് സൈൻ ഇടേണ്ടത്? അത് ഇവിടെ വെച്ച് വേണ്ട, പുറത്ത് വെച്ച് മതി. ശരി ഏട്ടൻ പറഞ്ഞാൽ മതി എന്ന് ആകാശ് പറയാട്ടോ. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ശ്രുതി വീണ്ടും നനഞ്ഞ ശ്രുതി വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അമ്മായി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീ പിന്നെയും വന്നെന്ന് ചോദിക്കുമ്പോൾ അത് അമ്മായി എന്ന് പറഞ്ഞിട്ട് തിരിയാണ്ട് ശ്രുതി അങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതെന്താ ശ്രുതി നീ നനഞ്ഞൊക്കെ വന്നിരിക്കുന്നത്? അതെ, ഞാനൊന്ന് ഓഫീസ് വരെ പോയതാ, അവിടെ ആഘോഷം നടക്കുമായിരുന്നു. ആഘോഷമോ? എന്ത് വെള്ളം എറിയണ ആഘോഷമോ? അല്ല പൊടിയെറിഞ്ഞപ്പോഴേക്കും എൻ്റെ മേത്ത് പൊടിയായി, അത് കഴുകി കളഞ്ഞാൽ തന്നെ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോട്ടെ. ശ്രുതി നീ ഇവിടെ വന്നു, നിന്റെ ഭർത്താവ് എന്തൊക്കെയോ പറയും എന്നൊക്കെ പറഞ്ഞു, ഒന്നും നടന്നില്ല. അത് ഈ പ്രാവശ്യം ഒന്നും നടന്നില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വിശ്വസിക്കും. എനിക്ക് കുറച്ച് സമയം കൂടി, സമയം എന്താ നടന്നതെന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം. പ്ലീസ്, ഞാനിപ്പോൾ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോകാൻ ഡ്രസ്സ് മാറായിട്ട്. ആ സമയത്ത് അമ്മായി പരസ്പരം പറഞ്ഞിട്ട് ഇവളിത് എന്തുദ്ദേശിച്ചിട്ടാണ് രാധേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.